ഹലോ ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ അച്ചാറിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. ഇത് ചെമ്മീൻ 2.5 കിലോ ചെമ്മീനാണ് കേട്ടോ. 2.5 ചെമ്മീൻ ഇതൊക്കെ ഞാൻ വാങ്ങിക്കുമ്പോൾ തന്നെ അവർ തന്നെ ക്ലീൻ ചെയ്ത് തന്നിന്. ഇത് മാത്രം ചെയ്തു തരില്ല, ഇത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വൃത്തിയാക്കണം. ഈ നടുക്കത്തെ അതിൻ്റെ വയറ്, അപ്പോൾ അത് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് അത് കീറിയെടുത്തു. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ഒരു 5-6 വെള്ളത്തിൽ. ഇത് പിന്നീട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇനി മുളക് പൊടിയും കൂടെ ചേർക്കണം. മുളക് പൊടി നന്നായി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. കാരണം വെച്ചാൽ പച്ചമുളകാണ് ഞാൻ കൂടുതൽ എരിവിന് വേണ്ടി അധികം എടുക്കുന്നത്. ഇത് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് പെരക്കി കുറച്ച് സമയം പിന്നെ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഒരു മുക്കാൽ മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് പാൻ ചൂടായി കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ ചെമ്മീൻ അതിലിടണം. ഒട്ടും വെള്ളമൊന്നും പുറത്തുനിന്നൊന്നും വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇത് പാൻ നന്നായി ചൂടായിട്ടാകുമ്പോൾ അത് സിമ്മിൽ വെച്ച് അതിൽ ഈ ചെമ്മീനൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇത് പതുക്കനെ ഇളക്കി കൊടുക്കുമ്പോൾ ഈ ചെമ്മീനിൽ തന്നെ വെള്ളം നിറയെ ഉണ്ടാവും. ആ വെള്ളം ഇതിലിങ്ങനെ വരും. അപ്പം ആ വെള്ളം വന്നിട്ടാകുമ്പോൾ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇതിൽ വെള്ളം വരാൻ തുടങ്ങും. ഇപ്പോൾ ഇനി ഇങ്ങനെ ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഈ മസാലയിൽ നന്നായിട്ട് പിടിക്കണം, ഇതിൽ വെന്ത് പിടിക്കണം. ഇനി ഇതിൽ തന്നെ കുറച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നന്നായിട്ട് ചെമ്മീൻ്റെ വെള്ളം മുഴുവൻ ഉണ്ടാകും. അപ്പോൾ അന്ന് മൂടിയെടുത്തൊന്ന് ഇട്ട് കുറച്ച് സമയം നോക്കണം. അപ്പം ഒന്നും കൂടെ വെള്ളം വരും കേട്ടോ. ഒന്നും കൂടെ മൂടിയിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ വെള്ളം നിറയെ വന്നു. ഈ വെള്ളം മുഴുവൻ ഇനി വറ്റി വരണം. ഇതെല്ലാം ചെമ്മീനിലെ വെള്ളമാണ്. അപ്പോൾ ഇതിന് ഫുൾ വറ്റി വരുമ്പോൾ ഈ മസാല നന്നായിട്ട് ഇതിന് പിടിക്കും. ഉപ്പും മുളകും എല്ലാം നന്നായിട്ട് പിടിക്കും. നന്നായി പിടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് ഓഫാക്കിയിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടണം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വറ്റി കഴിഞ്ഞു. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി പാൻ ഒന്നും കൂടെ കഴുകി ഇനി കുറച്ചും കൂടെ എണ്ണ വെച്ചിട്ട് പൊരിച്ചെടുക്കണം. ഇതിൽ എണ്ണ ചില കൂട്ടർ വെളിച്ചെണ്ണയിലുണ്ടാക്കും, ചില കൂട്ടർ പിന്നെ കടുകെണ്ണയിലുണ്ടാക്കും, ചിലർ എള്ളെണ്ണയിലുണ്ടാക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിവിടെ എള്ളെണ്ണയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എള്ളെണ്ണ എല്ലാം വറക്കാനും പിന്നെ ഉണ്ടാക്കാനും ഒക്കെ ഞാൻ എള്ളെണ്ണയാണ് ഉപയോഗിച്ചിന്. ചിലപ്പോൾ ഞാൻ കടുകെണ്ണയിലും ഉണ്ടാക്കാറുണ്ട്, മസ്റ്റർഡ് ഓയിൽ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഓയിലൊഴിച്ചു. ഇനി ഇതിൽ ആ വെന്ത ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ അധികം വേണ്ട, നോക്കിയിട്ട് വേണമെങ്കിൽ കൂട്ടി ഒഴിക്കുക. ഇത് തന്നെ ഇനിയിപ്പോൾ ഇതായതുകൊണ്ട് അധികം ഇത് വേണ്ട. അപ്പോൾ അതിൽ തന്നെ അത് നന്നായിട്ട് ഇത് ഫ്രൈ ആയി ഇതിൽ തന്നെ ഇതായിക്കോളും. വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലോണം വെന്തതല്ലേ, അത് കാരണം അധികം സമയം പിടിക്കില്ല. മസാലയെല്ലാം പിടിച്ച് നല്ലോണം വെന്തതല്ലേ. ഇനി ഇതൊക്കെ വറുത്ത് കോരി മാറ്റി വെക്കണം. ഇനി ഇതിൽ തന്നെ ഇതെല്ലാം ഇങ്ങനെ മാറ്റി വെച്ച് ഇനി ഇതിൽ തന്നെ നമുക്ക് എണ്ണ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ആ വെളുത്തുള്ളി ഒന്ന് ചതുക്കിയെടുത്തത്, കുറച്ച് പേസ്റ്റ് പോലെ എടുത്തിന് വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി ഇതുപോലെ ചതുക്കിയെടുത്തതാണ്. ഇഞ്ചിയും വെളുത്തുള്ളും കൂടെ ഇത് കുറച്ച് നന്നായിട്ട് വേവണം ഈ എണ്ണയിൽ കിടന്നിട്ട്. ഇതിൻ്റെ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വറ്റി
നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കണം. കുറച്ച് ഉപ്പും അങ്ങോട്ടേക്ക് അതിൽ മസാല ഉപ്പിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. വേണമെങ്കിൽ ഇത്തിരി നമുക്ക് ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ പച്ചമുളക് ചെറുതായി അരിഞ്ഞ് പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റി ഇതാക്കി എടുക്കണം. അതിൻ്റെ പച്ചപ്പ് മണമൊക്കെ മാറി ഇഞ്ചിൻ്റെ ആ പച്ചമണമൊക്കെ മാറി വരണം. നന്നായി വഴറ്റി കൊടുക്കണം. അധികം ചൂട് ഇത് വേണ്ട, തീ വേണ്ട. കുറച്ച് തീയിൽ എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു, കുറച്ച് മുളക് പൊടി ഇട്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ നന്നായിട്ട് പിന്നെ ഇളക്കി വീണ്ടും ഒരു മസാല ചെറുതായിട്ടൊന്ന് വേവുന്ന വിധത്തിൽ ഈ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഇതുണ്ടെങ്കിൽ എല്ലാം നന്നായിട്ട് പോകണം. കാരണം വെച്ചാൽ കുറേ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ഇതാണ് പിന്നെ അച്ചാർ പൊടി വെച്ചാൽ ഉലുവ വറുത്തതും കടുക്കും വറുത്ത പൊടിച്ചത്. അതിൻ്റെ അകത്ത് പിന്നെ ഇതുമുണ്ട്, കായോ. ഇത് 3 സാധനങ്ങൾ ഞാൻ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചതാണ്. വറുത്ത് പൊടിച്ചത് നന്നായിട്ട് ഇനി വിനീഗർ ഒഴിക്കുക. വിനീഗർ നന്നായിട്ട് ഒഴിച്ച് വിനീഗർ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ മസാലയിലിട്ടൊന്ന് തിളച്ച് കുറച്ച് സമയം വേവണം. ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ എല്ലാം റെഡിയായി. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.